സന്തോഷകരമായ വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. അമേരിക്കയുടെ യുഎസിൻ്റെ F-50 എന്ന് പറയുന്ന ഫൈറ്റർ ജെറ്റ് വിമാനത്തെ ഇറാൻ്റെ സൈന്യം വെടിവെച്ചിട്ടതായിട്ട് റിപ്പോർട്ട് പുറത്തു വന്നു. വളരെ രസകരമായതും അതുപോലെ തന്നെ റഡാറിൽ പതിയാതെ ശ്രദ്ധിച്ച് കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടി രൂപകൽപ്പന ചെയ്തതിൽപ്പെട്ട ആ ഗണത്തിൽപ്പെട്ടൊരു വിമാനമാണിത്. എന്നിട്ടും ഇറാൻ സൈന്യം അത് വെടിവെച്ചിട്ടിട്ടുണ്ടെങ്കിൽ ഇറാനെ ഇനി തടഞ്ഞു നിർത്താൻ ഈ അമേരിക്കക്കെന്നല്ല ലോകത്തൊരു ശക്തിക്കും സാധിക്കില്ല എന്ന് പുതുതായിട്ട് പറയാൻ പറ്റുന്ന രൂപത്തിലാണ് ഇറാൻ്റെ മുന്നേറ്റം അഥവാ IRGCയുടെ മുന്നേറ്റം. മാത്രമല്ല ഇറാൻ പല വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്ട്രാറ്റജിയും പയറ്റി തുടങ്ങിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു സ്ട്രാറ്റജിയാണ് എല്ലാ വിമാനത്തെയും ഒന്നുകിൽ തുരുത്തുക അല്ലെങ്കിൽ വെടിവെച്ചിടുക എന്നുള്ളത്. അഥവാ ഇറാൻ്റെ അതിർത്തി കടക്കുന്നതിന് മുമ്പായിട്ട് തന്നെ, ഇതിപ്പം അതിർത്തിയുടെ പുറത്ത് വെച്ചാണ് ഈ ആക്രമണം നടത്തിയത്, കുവൈത്തിൽ വെച്ചാണെന്നാണ് പറയപ്പെടുന്നത്. ആ ലെവലിൽ ഒരു അറ്റാക്കാണ് ഇപ്പം പുതുതായിട്ട് വന്ന തലമുറ അല്ലെങ്കിൽ പുതിയ ഭരണകൂടം ഇത് സംവിധാനിച്ചത്. അതുകൊണ്ട് തന്നെ വലിയ രൂപത്തിൽ പ്രത്യാക്രമണങ്ങൾ നടത്താൻ അമേരിക്കയ്ക്ക് സാധിക്കുന്നില്ല എന്ന വാർത്ത കൂടി വരുന്നുണ്ട്. എന്താണെങ്കിലും ഈ അമേരിക്കയും ഇസ്രായേലും ഒന്നിച്ച് പോരാടിയിട്ട് പോലും ഇറാനെ തകർക്കാനോ അവരുടെ വീര്യം ഒന്ന് കുറച്ച് കെട്ടാനോ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ലോകത്തെ വമ്പൻ ശക്തികളായിട്ട് അറിയപ്പെടുന്ന ഈ പൈശാചികയുടെ ഏറ്റവും ഉദാത്തമായിട്ടുള്ള ഏറ്റവും വൃത്തികെട്ട ഉദാഹരണമായിട്ടുള്ള ഈ രണ്ട് വിഭാഗത്തെ എങ്ങനെയൊക്കെ തടഞ്ഞു നിർത്താൻ പറ്റുമെന്നത് കൃത്യമായി ഇറാൻ ഇപ്പോൾ പഠിച്ചു വരികയാണെന്നല്ല, പഠിച്ചു വെച്ചത് ഉപയോഗിച്ച് തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനിയും കാത്തിരിക്കാം. ഒരുപാട് വിമാനങ്ങൾ വീഴാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് ആ ഭാഗത്തു നിന്ന് വരുന്ന റിപ്പോർട്ടുകളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒരു കാര്യം വ്യക്തമാണ്, ശത്രു പരാജയപ്പെടും, അത് നീതി ജയിക്കുക തന്നെ ചെയ്യും. പക്ഷേ ഇപ്പോൾ കാണുന്ന ഈ വലിയ പൊളിപ്പുകളൊക്കെ തൽക്കാലം അത് മാത്രം അതൊരു പൊളൂരമായി കാണേണ്ടതേ ഉള്ളൂ എന്ന് മനസ്സിലാക്കാം. കാരണം ഒരു രാജ്യത്തെ സമാധാനപൂർണ്ണമായി നയിക്കുന്ന ഒരു ഭരണകൂടത്തെ താഴിറക്കാനും അത് മാത്രമല്ല അവരുടെ സമ്പത്ത് കൊള്ളയടിക്കാനുമുള്ള വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രപരമായിട്ടുള്ള ഒരു സമീപനം ഇറാനും ഇസ്രായേലും അമേരിക്കയും നടത്തുമ്പം ഇറാൻ വേണ്ട രീതിക്ക് പ്രതിരോധിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അതോടൊപ്പം തന്നെ F-15 എന്ന് പറയുന്ന ഫൈറ്റർ ജെറ്റ് വിമാനം വീഴ്ത്തലോടുകൂടി വലിയൊരു ആ മേഖലയിൽ മുന്നേറ്റം സൃഷ്ടിക്കാൻ ഇറാന് സാധിച്ചു എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. കാരണം ആ മേഖലയിൽ ഇറാൻ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞവരായിരുന്നു. ഇപ്പോൾ അവരിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. കാത്തിരിക്കാം പുതിയ വിശേഷവും ഇറാൻ്റെ സപ്പോർട്ടീവായിട്ടുള്ള നല്ല വിശേഷം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇസ്രായേലിൻ്റെ ഒരുപാട് അപകടങ്ങളൊക്കെ ചിത്രത്തിൽ വന്നു തുടങ്ങി. അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ നമുക്ക് ചെയ്യാം. എല്ലാവർക്കും നന്നായി നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു.